അവരാണ് ഈ ഹാർഡ്കോറിന്റെ ആൾക്കാർ, അവരാണ് ഈ ടഫ് സാധനം കേൾക്കുന്ന ആൾക്കാർ. മേദിന്റെ തന്നെ ലൈറ്റ് ഗീത്തുകളുണ്ട്. ഗസൽ ഓർമ്മയുടെ വഴിത്താരകളാണ്. 10-25 കൊല്ലം അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ പണ്ഡിതന്മാരും, സംഗീത പണ്ഡിതന്മാരും എല്ലാവരും നമ്മളെ ക്ലബിൽ വന്ന് ക്യാമ്പടിക്കുന്ന ആൾക്കാർ. അങ്ങോട്ട് കടക്കുമ്പോ അത് ചില ആൾക്കാർക്ക് സഹിക്കാൻ കഴിയും. മെഹദിയുടെ ഹാർഡ് കോർ ഉണ്ടവിടെ. എന്താണ് ഷഹബാസ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? മെഹദിയുടെ ഹാർഡ് കോർ ഷഹബാസ് ഉദ്ദേശിച്ച് മെഹദിന്റെ ഗസലുണ്ട്, പക്കാ ഗസല്, കുറച്ച് ടഫാണ്. അത് കേൾക്കുന്ന ആസ്വാദകന്മാർ തന്നെ മേൽത്തട്ടുകാരാണ്, വളരെ അപൂർവം ആൾക്കാരാണ് ആ ടൈപ്പ് സാധനം കേൾക്കും. ഒരു ഏരിയയിൽ ഒരു ഡെപ്തുള്ള ഈ പറയുന്നത് വളരെ സീരിയസ് ആയ ഒരു ഓഡിയൻസ്. അതെ അതെ അതെ, സീരിയസ് ആയ ഓഡിയൻസ്. അതൊരു 1000 അല്ലെങ്കിൽ ഒരു 100 ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഒരു 10-15 ഓഡിയൻസ് അവരാണ് ഈ ഹാർഡ്കോറിന്റെ ആൾക്കാർ, അവരാണ് ഈ ടഫ് സാധനം കേൾക്കുന്ന ആൾക്കാർ. മേദിന്റെ തന്നെ ലൈറ്റ് ഗീത്തുകളുണ്ട്. അത് സാധാരണ ഒരു ലെവലുള്ള ആൾക്കാരെല്ലാം കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യും. അങ്ങോട്ട് കടക്കുമ്പോ അത് ചില ആൾക്കാർക്ക് സഹിക്കാൻ കഴിയും. അപ്പൊ അത് സഹിക്കുന്നു, അതിനെ ആസ്വദിക്കുന്നു ഒരു വിഭാഗമുണ്ട്. അതാണ് ഷഹബാസ് പറഞ്ഞത്. അവിടെയാണ് ഷുക്കൂർ ഖാന്റെ തങ്ങളൊക്കെ പറഞ്ഞത്. അതായത് പരിമിതമായ ഓഡിയൻസ്, അവർക്ക് കേൾവി ഉണ്ടാകാം, പക്ഷെ അതിന്റെ ഒരു ഭയങ്കര സെൻസിലേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. അത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു മേൽത്തട്ട് ആസ്വാദകന്മാർ, കുറച്ചുകൂടെ ക്ലാസിക്കലായിട്ടുള്ള ബോധമുള്ള ആസ്വാദകന്മാർ, അവർക്കാണ് അത് ആസ്വദിക്കാൻ കഴിയും. ഒരു ഹാർഡ് കോർ സിയാഫിന് പിടിക്കാൻ പറ്റില്ലേ? അത് ചെയ്യാം, പക്ഷെ നമുക്കൊരു പരിമിതി ഉണ്ട്. മെഹദിയുടെ ഹാർഡ് കോർ ഒന്നും ആരും ശ്രമിക്കാറില്ല പൊതുവെ. ഞാൻ ജസ്റ്റ് നമ്മൾ കേട്ട പരിചയത്തിൽ പറഞ്ഞു. കുറച്ച് പ്രയാസമാണ്. അതെ, കുറച്ച് ഇതിലൊക്കെ വളരെ ഓഡിയൻസിനെ നോക്കിയിട്ട് മാത്രമേ ഈ പാട്ടൊക്കെ, മെഹദിയുടെ പാട്ടൊക്കെ നമ്മൾ പാടുന്ന സമയത്ത് ഓഡിയൻസിന്റെ ഒരു രീതി കൂടെ നമ്മൾ പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാവൂലേ ഷുക്കൂർ ഖാൻ? പ്രശ്നം തന്നെ. ചൂടെ ആസ്വാദനത്തിന്റെ നിലവാരം ഒരു ഗായകന നിലക്ക് നോക്കേണ്ടി വരും. കേറിയിട്ട് അങ്ങനെ പെട്ടെന്ന് പാടി ഇങ്ങനെ തിക്കി പാടിയിട്ട് വരാൻ പറ്റില്ല. അയ്യേ, ഒരിക്കലും ഇല്ല. അതാണല്ലോ അങ്ങ് ആ ഏരിയയിലോട്ട് സാധാരണക്കാരായ പാട്ടുകാർ ഭയപ്പെടുന്നത്. അതാണ് മെഹദി ഉസ്താദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗസലിന്റെ ശരിയായ ചക്രവർത്തിയാണ്. അതുകൊണ്ട് ആ ഏരിയ കയറി കളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാ സിംഗേഴ്സും കയറി കളിക്കില്ല, ആരും. ഷഹബാസ് നന്നായിട്ട് എല്ലാരും ഇപ്പം വരുന്ന ആളുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ തോന്നുന്നു? ഫോളോ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു പാഠപുസ്തകം പോലെയാണെന്ന് പല സിംഗേഴ്സും പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ, കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ കളിക്കാൻ പറ്റും. മറ്റുള്ള സോങ്ങുകളും പിന്നെ രാഗവും രാഗവിസ്താരവും ഒക്കെ. വടകരയുടെ കാര്യം നമ്മളിപ്പോൾ പറയുമ്പോൾ തന്നെ വടകരയിൽ ഒരുപാട് എഴുത്തുകാരും പൊന്നത്തിൽ കുഞ്ഞബ്ദുള്ള ഒക്കെ, കടത്തനാട്ട് മാധവിയും, അങ്ങനെ എഴുത്തിൻ്റെ ഒരു ശൃംഖല, ആ ഒരു എഴുത്തിൻ്റെ കാവ്യാത്മകമായ ഒരു ഗസലിന് എഴുതുന്ന ഒരു ആ ഒരു താളത്തിലൊക്കെ പോകുന്ന ആളായിരുന്നു. ഇപ്പൊ ജീവിച്ചിരിപ്പില്ല തോന്നുന്നു.
SP ഉസ്മാൻ സാഹിബ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒന്ന് അക്ഷരങ്ങൾക്കൊരു ഭയങ്കര വൈകാരികത, ഒരു ഭയങ്കര ഒരു പ്രണയവും മരണവും ഒക്കെ നിലനിൽക്കുന്ന ഒരു വൈകാരികത എപ്പോഴും മനുഷ്യൻ്റെ വ്യഥകൾ, മനുഷ്യൻ്റെ നിശ്ചലാവസ്ഥകൾ, മനുഷ്യൻ്റെ മരണം, മനുഷ്യൻ്റെ യാത്രകൾ ഒക്കെ മനോഹരമായി എഴുതിയിട്ടുള്ള ഒരു കവിയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു M കുഞ്ഞി മൂസ കമ്പോസ് ചെയ്താണോ തങ്ങളെ? കമ്പോസ് ചെയ്ത് പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. അത് സിയാഫിനെ അറിയുന്ന അദ്ദേഹത്തിന്റെ പോപ്പുലർ ആയിട്ടുള്ള സിയാഫിനെ അറിയാം. മനോഹരമായ വരികളും സംഗീതവുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഷുക്കൂർക്ക, നിങ്ങളെ ഒരു തറവാട് ഒരു എന്താ പറയുക, ഒരു സംഗീതത്തിൻ്റെ സർവകലാശാലയാണെന്ന് തോന്നുന്നു. ഉപ്പാപ്പ തബലിസ്റ്റായിരുന്നു അദ്രൈമാൻ സാഹിബ് അല്ലേ? അല്ല, തബലിസ്റ്റ് അല്ല, ഹാർമോണിസ്റ്റ്. തബലിസ്റ്റ് മറ്റുള്ളവരായിരുന്നു. അത് എൻ്റെ അമ്മാവൻ അസീസ്, എൻ്റെ ഫാദർ മൂസ, മുളപ്പിൽ മൂസ, തബലിസ്റ്റുകളായിരുന്നു. പിന്നെ ഉപ്പാപ്പ ഹാർമോണിയം വായിക്കും, പാട്ടന്നെ മെയിൻ പാട്ടൻ. ഷുക്കൂർക്ക് എങ്ങനെയായി തബലയുടെ വഴികളിൽ പഠിക്കാനൊക്കെ പോകുന്നത്? ഇവിടുന്ന് ചിന്തിച്ചതാണ്. ഇതേ ക്ലാസ്സിക്കായിട്ട് പഠിക്കാൻ പോയിട്ടില്ല, വലിങ്ങനൊന്നും പോയിക്കില്ല. പോയിക്ക് എന്നാലും ഈ മാഫിൽ സദസ്സിലൊക്കെ ഷുക്കൂർക്ക് എല്ലാ വൈകുന്നേരങ്ങളിൽ ഉണ്ടാവുമല്ലോ. പറയില്ലല്ലോ, തീർച്ചയായിട്ടും സ്റ്റഡീഡാണ്. ശരി, അതെ, ആസ്വാദകനാണ്. തങ്ങളുണ്ടാവും കൂടെ. അതെ അതെ, ആസ്വാദകനാണ്. ഇതുപോലത്തെ സാധനങ്ങളെല്ലാം ആസ്വദിക്കും, ഇഷ്ടമാണ്. അത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോവും. അത് യാത്ര ഒന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കി. ഗസലിന് മരണം ഇല്ല അല്ലെ? തലമുറ ഗസൽ അത് കേൾക്കും. ബാബുക്ക, നമ്മുടെ ബാബുക്ക എന്ന് പറയുമ്പോൾ നമ്മളെ ഓർമ്മകളെ എപ്പോഴും ചിതറിപ്പോകുന്നതാണ് സംഗീതം എന്ന് പറയുന്ന അല്ലേ? തങ്ങളെ ബാബുക്കാനെ ഓർക്കാൻ, ബാബുക്കൊക്കെ വന്നിട്ടുള്ളൊരു തറവാടാണിത്. എനിക്കൊക്കെ ഒരു അഭിമാനമാണ്. ഇപ്പോൾ ജിതേഷ് ക്യാമറ ആയാലും നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ബാബുക്കൊക്കെ വന്ന വീട്. പിന്നെ ബാബുക്കൊക്കെ ചായ മേടിച്ചു ബോംബെ എസ് കമാൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിങ്ങനെ അദ്ദേഹത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയയിലൊക്കെ ഒന്ന് പോവാൻ പേടിയാണ് നമുക്കൊക്കെ. അങ്ങനെ അത്ര മഹാനായ മനുഷ്യന്മാരാണ്. അപ്പോൾ ബാബുഖാനെ ഒന്ന് ഓർമ്മിക്കല്ലേ സിയാഫ്? നമുക്ക് ബാബുഖാന്റെ ഒരു പാട്ടൊന്ന് പാടല്ലേ? ഷുക്കൂർക്ക, ഓ ബാബുക്ക.
ആർട്ട് കോർന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ഗുലാം അലിയിലേക്കൊന്ന് പോയാലോ? തീർച്ചയായിട്ടും. അതെന്ത് പറയാനാ. ഷുക്കൂർക്കാക്ക് ഗുലാം അലിന്റെ ഒരു ഗസലിനെ കുറിച്ച് രണ്ട് വലിയ നിങ്ങൾ പറയാം. ഗുലാം അലിന്റെ സുലഭ മൂപ്പറ് പല പ്രോഗ്രാമുകളിലും തുമ്മിരി, ഹയാല് ഇതൊക്കെ പാടും. അപാര സിദ്ധിയുള്ള ആളാ ക്ലാസിക്കലില്. ഗുലാം അലി സാഹിബ് അപാര സിദ്ധിയ. ക്ലാസിക്കലിന്റെ എല്ലാ വശങ്ങളും ശാസ്ത്രീയ ലൈനിൽ പഠിച്ച ആളാണ്. ഒരു സ്തുതി, പൊതുവെ ശ്രുതിയെല്ലാം അപ്പുറം ഇപ്പുറവും ചെറിയൊരു നോട്ടിനെല്ലാം വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടെ വായിക്കുന്ന ആൾക്കാരോടെല്ലാം സഹകരിക്കുന്ന കാണാം. അത്രക്ക് സ്റ്റഡിയാണ്. ഗുലാം അലിന്റെ ഗസലി എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് ഒരു സാധനം. മൂപ്പറ ഒരു ടൈപ്പ് വേറെ തന്നെ ഗസലി. ഗുലാം അലിന്റെ ഗസലി ഒരു ടൈപ്പ് സാധനം. അത് ഗുലാം അലിന്റെ ഒരു സാധനം ഒരു സ്റ്റൈലിലുള്ള ഒരു ഗസലാണ്. മെഹദി അതല്ല, മെഹദി വേറൊരു ലൈനാണ്. അതിപ്പോ നമ്മളെ പങ്കജ് ഉദാസ് ഗീത്തിന്റെ ആൾക്കാർ, തെല്ലത്ത് അസീസ് അത്യാവശ്യം കടുപ്പുള്ള ഗസലുകൾ പാടും. ബാക്കിയെല്ലാം സീരിയസ് ആയ. അതെ. ഹരിഹരൻ ശാസ്ത്രീയമായിട്ട് ഒരുപാട് പഠിച്ച ആളാണ്. ഉസ്താദന്മാരുടെ പാട്ടുകളെല്ലാം ഹരിഹരൻ തന്നെ പല രൂപത്തിലും പാടുന്നതെല്ലാം കാണാം. മെഹ്ദിന്റെ ഗുലാം അലിന്റെ എല്ലാം പാട്ടുകള് ഹരിഹരൻ തിരിച്ചും മറിച്ചെല്ലാം പാടുന്നതാണ്. അതെല്ലാം ഇവരെന്നെ തിരിച്ചും തെല്ലത്ത് അസീസ്, ഹരിഹരൻ ഇവരെല്ലാം പാടുന്നതാണ് ഉസ്താദന്മാരുടെ പാട്ടുകൾ. ഗുലാം അലിയുടെ ഒരു ഇഷ്ടപ്പെട്ട, സിയാഫിന് ഇഷ്ടപ്പെട്ട പാട്ട് പാടിക്കോളൂ. എങ്കിലും കുറച്ചുകൂടെ ജനകീയമായ ഒരു സാധനം. സിയാഫെ, ഒരു വളരെ ജനകീയമായ ഈ നമ്മുടെ മെഹദിയുടെ, നമ്മളിപ്പം മെഹദിയെക്കുറിച്ചും ഗുലാം അലിയെക്കുറിച്ചൊക്കെ ഗസലിനെ കുറിച്ച് ഒക്കെയാണ്. ഞാൻ സിയാഫിന് 1-2 പരിപാടി എറണാകുളത്തൊരു പരിപാടിക്ക് അറ്റൻഡ് ചെയ്തിരുന്നു ഞാൻ ഉണ്ടായിരുന്നു. അപ്പം അവിടെ വളരെ പോപ്പുലറായ എല്ലാവരും പാടുന്നതല്ല, ഗസൽ സിംഗേഴ്സ് കുറച്ചുകൂടെ ഈ ഓഡിയൻസിനെ ഇളക്കുന്ന ഒരു സാധനം കൂടി മേജർ സാഹിബിൻ്റെ ബിമിലാസ. അതെ, പിന്നെ അത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പോ യുവാക്കളും അങ്ങനെ എല്ലാ രീതിയിലുള്ള എല്ലാ കാറ്റഗറിയിൽപ്പെട്ട സിംഗേഴ്സും പാടുന്ന ഒരു പാട്ട്. എല്ലാ ഓഡിയൻസും പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഷൈൻ നിഗം അടക്കം ഞാൻ പാടിയിറക്കി ഇപ്പൊ പോപ്പുലർ ആയിട്ട് ഇപ്പൊ ഇന്ത്യയിൽ ന്യൂ ജനറേഷനിലും പഴയ ജനറേഷൻകാരൊക്കെ കൂടെ ചെയ്തിട്ട് ഇപ്പൊ പാടി വരുന്നുണ്ട് ആ പാട്ട്. കുറച്ച് പാടാം.
ഗസലിൻ്റെ ഇന്ത്യൻ ശബ്ദം, ഇന്ത്യൻ വോയിസ് എന്നാണ് ഇത് പത്രങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന ജഗദീഷ് സിംഗ്. അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു പാട്ട് പാടാതെ നമുക്കിത് തീർക്കാനൊന്നും പറ്റില്ലല്ലോ. ഇന്ത്യൻ ശബ്ദമാണ്, ഒരു വേൾഡിൽ ഒരു ഗസലിൻ്റെ ശബ്ദമാണ്, ഗസൽ വോയിസ് ആണ് അല്ലേ വേൾഡ്. സംശയമില്ല, ഇന്ത്യൻ വോയിസ്. നോക്കിയാലോ. കുറെ സോങ് ഉണ്ട്, നമ്മുടെ ഏറ്റവും പോപ്പുലർ സോങ്. നമുക്കൊന്ന് കേരളത്തിലേക്ക് തന്നെ ഒന്ന് വരാം അല്ലേ. കേരളത്തിൻ്റെ തഴുകിയ പ്രണയം, കേരളത്തിൻ്റെ തലോടൽ, കേരളത്തിൻ്റെ മാസ്മരികത, കേരളത്തിൻ്റെ യൂത്തിനെ ഗസലിലേക്ക് നയിച്ച റൂട്ട് ചെയ്ത ആളാണ്. റൂട്ട് മാർച്ച് ബൈക്കാൻ്റെ ഒരു നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്നോട് ബൈക്കിലേക്ക് തന്നെ പോകാൻ തോന്നുന്നു. ശുക്കൂർക്കാ, ബൈക്കാൻ്റെ ഒരു പാട്ട്, ശുക്കൂർക്കാക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞോ. ശുക്കൂർക്കാക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞു. ഷിയാപ്പ് നോക്കിയിട്ട് പാടട്ടെ. നിലവെളിച്ചം നിലാമഴ പെയ്യുന്ന മോചനശാലകൻ തോന്നി. നിലവെളിച്ചം നിലാമഴ പെയ്യുന്ന മോചനശാലകൻ തോന്നി. വെളിച്ചം നിലാമഴ പെയ്യുന്ന മോചനശാലകൻ നീലവെളിച്ചം നിലാമഴ പെയ്യുന്ന മോചനശാലകൻ. ശുക്കൂർ ഭായ്, നമുക്ക് നമ്മളിപ്പോൾ ഗസൽ, മെഹദി, ഗുലാം അലി, നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമുക്കൊരിക്കലും ഓർമ്മകൾ ഉള്ള കാലത്തോളം നമുക്ക് മറക്കാനാവാത്ത പേരാണ് മുഹമ്മദ് റഫി സാഹിബ്. റഫി സാഹിബ് ഇല്ലാത്തൊരു മെഹഫിൽ, റഫി സാഹിബ് ഇല്ലാത്തൊരു സദസ്, സാഹിബ് ഇല്ലാത്ത ഇന്ത്യൻ മ്യൂസിക് ഇല്ല, അസാധ്യമായിരിക്കും. റഫി സാഹിബ് ഇല്ലാത്ത ഒരു സംഗീതത്തിന്റെ സദസ് പോലും ഭയങ്കര നിശബ്ദതയുള്ള സദസ്സായിരിക്കും, ശൂന്യമാക്കപ്പെട്ടു പോയ ഒരു സദസ്സായിരിക്കും അല്ലേ. റഫി സാഹിബിനെ പഠിക്കാതെ മെഹദി ഹസനിലേക്കൊന്നും ഒരിക്കലും സിയാഫിനെ പോലത്തെ ഒരു സിംഗർ വരുമോ? അല്ലെ തങ്ങളെ വരുമോ? വരില്ല അല്ലേ. ആവാം മുഹമ്മദ് റഫി സാഹിബ് അല്ലേ. യാദ് ന ജായേ ബീത്തെ ദിലോं की क्या कहना आए जो दिन दिल क्यों बुलाए तुम्हें, दिल क्यों बुलाए. याद न जाए बीते दिलों की, जाके न आए जो दिन दिल क्यों बुलाए तुम्हें, दिल क्यों बुलाए. ഗസൽ ശരിക്ക് രാഗങ്ങളുടെ ഇതൊരു ശാഖയാണ്. ഗസൽ ഒരു എന്താ പറയുക, ടെക്നിക്കലായിട്ട് ഞാനൊക്കെ ഇതിൽ ഭയങ്കര അറിവില്ലാത്ത ആളാണ്. അത്യാവശ്യം മാപ്പിള പാട്ടുകൾ കേൾക്കും, ഗസൽ കേൾക്കും, ബൈ കേൾക്കും, പക്ഷെ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളാണ് ഞാനൊക്കെ.
എനിക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ എനിക്ക് ഗസൽ ഭയങ്കര ഇഷ്ടമാണ്. അതെ. ഇപ്പം ഇത് ടെക്നിക്കലായിട്ട് ഒരു അറിയുന്ന ആളാണ്. ഇപ്പം നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് പോലും യമൻ കല്യാൺ രാഗത്തിലാണോ ഈ പാട്ട്, കാപ്പി രാഗത്തിലാണോ ഈ പാട്ട് എന്നൊക്കെ. അപ്പൊ ഈ ഒരു ശാഖ രൂപപ്പെടുന്നത് ഇത് ടെക്നിക്കാലിറ്റി എന്താ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രീയ സംഗീതം തന്നെ, ശാസ്ത്രീയം തന്നെ. ക്ലാസിക്കല് നന്നായിട്ട് പഠിച്ച ആൾക്കാർക്കാണ് പക്ക ഗസലുകൾ പാടാൻ കഴിയും. ഗീത്തുകള് സാധാരണ ആൾക്കാർക്കെല്ലാം പാടാൻ കഴിയും, എങ്കിലും പഠിക്കണം. ഹിന്ദുസ്ഥാനി സംഗീതത്തില് ഗസല് ഒരു ശാഖയാണ്. അതെ അതെ. തുമ്മിരി ഒരു ശാഖയാണ്, ധ്രുപത്ത് ഒരു ശാഖയാണ്. ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള ശാഖകളാണ്. ശാഖ മൊത്തത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതം ഇതെല്ലാം ഓരോരോ ശാഖയാണ്. അതിൽ ഇന്ന് ജനപ്രിയ ശാഖയാണ് ഗസല്. ജനങ്ങള് ഒരുവിധം ആൾക്കാരെല്ലാം തട്ടുകൾ ഉണ്ടെങ്കിലും, മേൽത്തട്ട് താഴെ അങ്ങനെ തട്ടുകൾ ഉണ്ടെങ്കിലും ഒരുവിധം ആൾക്കാരെല്ലാം ആസ്വദിക്കുന്ന ഒരു ശാഖയാണ് ഇന്ന് ഗസല്. ഇതിൽ ഗീത്തുകളുണ്ട്, സെമിയുണ്ട്, കുറെ ടഫുണ്ട്. അതെല്ലാം ഓരോരോ തട്ടുകളിലെ ആസ്വാദകന്മാർ അത് കേട്ട് ആസ്വദിക്കും. ഇതിപ്പോ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളെ 6 മണിക്കൂർ യാത്ര ഉണ്ട് എറണാകുളം, കൊച്ചിയിൽ ഏതെങ്കിലും ഹിന്ദുസ്ഥാനി ഗസൽ ഗായകന്മാർ വന്നിട്ടുണ്ട് എന്നും പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അതിന്റെ ആസ്വാദകന്മാർ ട്രെയിൻ കയറി പോകും അത് കേൾക്കാൻ വേണ്ടി. അവിടെ എത്തിയിരിക്കും. അത് ഡെഫിനറ്റ് ആണ്. കാസർഗോഡ് ആരെങ്കിലും വന്നിട്ടുണ്ട് അവിടെ എത്തിയിരിക്കും. അതാണ് ഇവിടെ കോഴിക്കോട് മലബാർ മഹോത്സവം എന്ന് പറഞ്ഞിട്ട് ഒരു ആഘോഷ പരിപാടി അമിതാഭ് കാന്ത് കളക്ടറായിട്ട് നിൽക്കുന്ന ഒരു സമയത്തുണ്ടായിരുന്നു. അന്ന് നോർത്തിലെ ഒരുവിധം ഗസലി ഉസ്താദ്മാരെല്ലാം കോഴിക്കോട് അവിടെ വന്ന് പരിപാടി അവതരിപ്പിച്ചു. ഭയങ്കര ജനപ്രിയമായിരുന്നു പ്രോഗ്രാം. പങ്കജ് ഉദാസ് വന്നിരുന്നു, തല്ലത്ത് അസീസ് വന്നിരുന്നു, ജഗദീഷ് സിംഗ് വന്നിരുന്നു, ഗുലാം അലി വന്നിരുന്നു. ഈ അവസരത്തിലല്ലാണ്ട് ടാഗോർ സെൻട്രൽ ഹാളിൽ മേധ്യാസം വന്നിരുന്നു. കോഴിക്കോട് വന്നിരുന്നു. അത് ഏത് ഇയറിലാണെന്നറിയോ ഷുക്കൂർക്കാർ? അത് വലിയൊരു ഓർമ്മ, ഒരു 10-15 കൊല്ലം എത്ര ആയാലും ആയിട്ടുണ്ടാവും. 15 കൊല്ലം മുമ്പ് മുസ്ലിം ലീഗിന്റെ MP അബ്ദുൽ വഹാബാണ് അയാളെ അബ്ദുൽ വഹാബ് കോട്ടക്കല് ഒരു ആയുർവേദ ചികിത്സക്ക് വേണ്ടിയിട്ട് വന്നതായിരുന്നു അയാൾ. ആ സമയത്ത് ചികിത്സ കഴിഞ്ഞപ്പോ ഒരു പ്രോഗ്രാം കൂടെ കോഴിക്കോട് പൊതുവെ ഒരു മെഹഫിൽ. അതെ അതെ. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആസ്വാദന്മാരുള്ള ഒരു ഏരിയയാണ്. എല്ലാവിധ തട്ടിലുള്ള എല്ലാ ഗാനങ്ങളും ആസ്വദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് അറിയുന്നത്. എല്ലാ തട്ടിലുള്ള ആസ്വദിക്കും ആസ്വാദകന്മാർ നല്ലോണം ഉണ്ട്. അത് കോഴിക്കോട് നമ്പർ 1 ആണ്. പിന്നെ കൊച്ചി, കോഴിക്കോടിൽ നമ്മളും വിടുമല്ലോ, വടകരയും വിടുമല്ലോ. പിന്നെ കൊച്ചി, മട്ടാഞ്ചേരി, ഇതെല്ലാം ഒരു ഗസലിന്റെ ഒരു ഈറ്റില്ലാന്ന്. അവിടെ എല്ലാന്ന് പ്രശസ്തരായ മലയാളത്തിന്റെ പല ഗായകന്മാരും ഉണ്ടായത് ഈ പറഞ്ഞ പ്രദേശങ്ങളിലാണ്. എനിക്ക് തങ്ങളെ സിയാഫിന്റെ പാട്ടൊന്നും ഇല്ലാതെ എനിക്ക് സിന്ധു ഭൈരവിയിലെ സാധനം വായിച്ചു മാത്രം തരൂ. എനിക്ക് പാട്ട് ഞാൻ പിന്നെ പഠിക്കും, ഇതൊന്ന് വായിച്ചു മാത്രം ഒന്ന് തരുമോ? നിങ്ങൾ ഇതിന്റെ ഷാബാസ് പറഞ്ഞ ഉസ്താദുമാരല്ലേ, രണ്ടാളൊന്ന് വായിച്ചു മാത്രം എന്താണ്. തബല സക്കീർ ഹുസൈൻ, ഹല്ലാര ഖാൻ ഒക്കെ അല്ലേ ഇത് രാജാക്കന്മാരില്ലേ? ഇതിന് ഒരു വളരെ സുപ്രധാനമായ ഒരു ഇതിന്റെ ഈ താളങ്ങള് ഗസലിന്റെ സാധാരണ ഒരു അറിയാത്ത ആളും അറിഞ്ഞ ആളും
എല്ലാരൊക്കെയും സക്കീർ ഹുസൈന് എല്ലാം വായിക്കുന്ന തീന്താൾ എന്ന് പറഞ്ഞൊരു താളുണ്ട്. ഞാൻ 16 മാത്രമാണ് അത്. സക്കീർ ഹുസൈൻ വായിക്കുന്നതും ഷുക്കൂർ വായിക്കുന്നതെല്ലാം 16 തന്നെ. 17 15 ആക്കാൻ പറ്റൂല. പക്ഷേ അല്ല അതന്നെ സാധാരണ നമ്മളെ ഒരു പ്രോഗ്രാം, ഒരു പരിപാടി, ആ പരിപാടിക്ക് ഒരു തബലിസ്റ്റ് ഉണ്ടാകും, ഗാനമേള. പക്ഷെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഗസലിന്റെ പല ഓർഗനൈസ്ഡ് ആയ ആളുകളെ ഗസലിന്റെ ഇത് തബല വായിക്കുന്നുള്ളൂ. തബല അതിന്റെ ഞാൻ മനസ്സിലായത്. അതായത് ഇവിടെ ഒരു ഗാനമേള ഒരു 10 പീസ് ഓർക്കസ്ട്ര ഒക്കെ ഉണ്ടെങ്കിൽ 2 തബല അല്ലെങ്കിൽ 3 തബല ഉണ്ടെങ്കിലും അപ്പോൾ നമ്മൾ ചിരപരിതമായിട്ട് കാണുന്ന മുഖങ്ങൾ ആയിരിക്കില്ല. എനിക്ക് ഷഹബാസിന്റെ വേദിയിൽ, ഇപ്പോൾ സിയാഫിന്റെ വേദിയിൽ തന്നെ 1-2 പരിപാടി ശ്രദ്ധിച്ചപ്പോൾ തബലിസ്റ്റുകൾ വേറെയാണ്. അപ്പൊ അതിന്റെ ഒരു അവര് കൂടുതൽ ശാസ്ത്രീയ പഠനം നടത്തിയ ആൾക്കാരാണ് ഈ ഗസലിനെ വായിക്കാൻ വേണ്ടി. അത് അങ്ങനെയാണ് അതിന്റെ രീതി. അതാണ് പറഞ്ഞത്. ഈ ഏരിയയിൽ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച ഇൻസ്ട്രുമെന്റ് പോലും ശ്രദ്ധിച്ച് യൂസ് ചെയ്യുന്ന ഹാർമോണിസ്റ്റ്. അതെ, അതുപോലത്തെ ഗസലിന്റെ കുറച്ച് സംഗീതോപകരണങ്ങളുണ്ട്. അതെല്ലാം ഉസ്താദന്മാർ തന്നെ, വിദഗ്ധന്മാർ തന്നെ കൈകാര്യം ചെയ്യും. എന്നാലാണ് ഇത് പൂർണ്ണമാകും. അതെ പുസ്തകങ്ങളെ ഗസലിന് അധികം യൂസ് ചെയ്യുന്നത് സിത്താർ ഒക്കെ, സാരംഗ്, ഫ്ലൂട്ട് വളരെ നിർബന്ധമുള്ള ഇത് ഇതിന്റെ മെയിൻ സാധനം ഹാർമോണിയം തബല പെട്ടിയാണ്. അത് ഫോളോ ചെയ്ത് പോകുന്ന ഒരു സാധനം. ഈ സാധനങ്ങളൊന്നും ഇല്ല, ഈ 2 സാധനം ഉണ്ടെങ്കിൽ തന്നെ ഗസല് പൂർണ്ണമായി. പക്ഷെ ഇത് വിദഗ്ധന്മാരായിരിക്കണം വായിക്കണം, അതിന്റെ ഉസ്താദുമാരായിരിക്കണം. കണക്കുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒന്നെ. ഏത് താളായാലും അതെ, ആറാണെങ്കിൽ 6 താള. അതേത് അടിത്തട്ടിലുള്ള ആള് വായിച്ചാലും 6 തന്നെ. സക്കീർ ഹുസൈൻ വായിച്ചാലും 6 തന്നെ. പക്ഷെ അതിനൊരു റിച്ച്നെസ് വേണമെങ്കിൽ ഉസ്താദന്മാർ കൈകാര്യം ചെയ്യണം. അതാണ് അതിന്റെ രീതി. മസിയാഫെ, ബാബുഖാന്റെ വേറെ ഏതെങ്കിലും പല്ലവി മുതലൊന്നും പറയും? 17 18 പ്രായം ബാബുരാജിന്റെ എണ്ണിയാലൊടുങ്ങാത്ത പാട്ടുണ്ട്. ബാബുഖാന് ഇഷ്ടമാണോ? നല്ല ഇഷ്ടമാണോ ഒരു ചോദ്യം. ബാബുഖാന്റെ പഴയ പാട്ടൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇഷ്ടമാണ്. പരിപാടിക്ക് കൂടുതലെടുത്ത് പാടാൻ ശ്രമിക്കാം. അത് ഏട്ടമൂപ്പർ തന്നെയാണ്. അതെ, ഉസ്താദ് തങ്ങളും ഏട്ടമൂപ്പറൊക്കെ തന്നെയാണ് അല്ലേ? നമ്മളെല്ലാം ആസ്വാദകന്മാരാണ്. എല്ലാ മഹാന്മാരും തന്നെ പറയാറ്. നമ്മള് ആസ്വദിക്കുന്ന ആൾക്കാരാണ്. ഇതെല്ലാം കേൾക്കണമെങ്കിൽ അതൊരു സബൂറും കഴിവുമെല്ലാം. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. ഈ മെഹദിയുടെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പാട്ട്? അതെ, ഷാറുഖരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തബല തരുന്നു. എൻ്റെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഷാറുഖരെ. എന്നിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഗസൽ സിംഗേഴ്സ്, സിയാഫിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഗസൽ സിംഗേഴ്സൊക്കെ ഉണ്ടാവും. ഷുക്കൂർ ഭായിയുടെയും തങ്ങളൊക്കെ മനസ്സിൽ. ഞാനൊക്കെ സ്റ്റഡി ചെയ്ത ആളുകളെ എൻ്റെയൊക്കെ മനസ്സിലുള്ളൂ. അങ്ങനെ
ഒരാളെ പാട്ട് ഞാൻ പറയാതെ ഒരു സിംഗറെ പാട്ട് സിയാഫ് പാടും? അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സിംഗേഴ്സ് നമ്മള് ചെറുപ്പം മുതൽ കേൾക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതില് പെട്ട കുറെ ആൾക്കാരുണ്ട്. അതിലൊരാളാണ് പുള്ളിയുടെ ഒരു ഞാൻ എന്റെ കുറെ പ്രോഗ്രാമിലും തുടക്കത്തിൽ പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. ചാഹേംഗെ തുझे पर कभी रुसवा न करेंगे, चाहेंगे तुझे पर कभी रुसवा न करेंगे, साए से भी अपने तेरा शिकवा न करेंगे, चाहेंगे तुझे पर कभी रुसवा न करेंगे. അങ്ങനെ ഒരുപാട് കുറച്ച് സിംഗേഴ്സ് ഉണ്ട്. ഓർമ്മിച്ച് എനിക്ക് പല്ലവി ഒന്ന് രണ്ടാളെ എന്റെ മറവിൽ ഹരിഹരൻ സാറിന്റെ പാടാറുണ്ട്. ഹരിഹരൻ സാറെ ഫോളോ ചെയ്യുന്നുണ്ട്. സിയാഫ് സ്ഥിരമായിട്ട് ഫോളോ എന്ന് പറഞ്ഞാൽ നമ്മള് കൂടുതൽ കേൾക്കും, കൂടുതൽ അറിയും. അസാധ്യ സിംഗറാണ്. അതെ അതെ. വിടരും ജലദിയ സ്മരണ കത്തിരയാ വിടരും ജലദിയ വിവശന. അങ്ങനെ നമ്മളെ പരിധിയിൽ നിൽക്കാത്ത ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. പക്ഷെ കൂടുതൽ കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് ഓരോന്ന്. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സിയാഫിനെ കുറിച്ച് ഷബാസ് ഖാന്റെ പാടാറുണ്ട്. ഷബാസ് ഖാന്റെ മറ്റൊന്നുകൂടെ പാടാറുണ്ട്. പിന്നെ മുംബൈക്കയുടെ, മെഹബൂബക്കയുടെ, കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ പൂച്ചെടി പൂവിന്റെ കുറിച്ച് ഞാൻ അറിഞ്ഞ ഒരു സംഭവം, സിയാഫ് ഭയങ്കര സെലക്റ്റീവ് ആണ് എന്നാ, പ്രോഗ്രാമിലൊക്കെ സെലക്റ്റീവ് ആണെന്നാണ് ഞാൻ കേട്ടത്. പൊതുവേ ആളുകൾ ഇപ്പോൾ ഉള്ളൊരു ജനറേഷൻ എന്ന് പറയുന്നത് പരിപാടി കിട്ടാൻ ഞാൻ വിളിയോട് വിളിയാണല്ലോ. എനിക്ക് അവിടെ പരിപാടി, ഇവിടെ പരിപാടി, അവനെ വിളിച്ച് ഇവനെ വിളിച്ച്. സിയാഫ് വിളിച്ചാൽ തന്നെ പോവാറില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഗസൽ എന്തുകൊണ്ടാണ് സെലക്റ്റീവ്? ഒരു പരിധിയുണ്ട് പാട്ട്. അല്ല അതെ, ഞാൻ പറയട്ടെ, നമ്മളെ വോക്കലിനും നമ്മളെ വോയിസിനല്ല ഒരു തരം പാട്ടുകൾക്കാണ് സ്പേസ് ഉള്ളൂ. അപ്പോ കുറച്ച് അതെ അതെ ആ ഓഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ. അല്ലാതെ പിന്നെ ഗസൽ പരിപാടിയല്ല. അല്ല, പരിപാടി എന്ന് വെച്ചാൽ ആസ്വാദനമില്ലാത്ത ഓഡിയൻസിലേക്ക് പോകാൻ പേടിയാണ് കുറവാ, പരിപാടി കുറവാണ്. അങ്ങനെയുള്ള ആണെങ്കിൽ ഞാൻ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചോളൂ. പ്രോഗ്രാം വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓഡിയൻസ് ആണെങ്കിൽ ഞാൻ നിൽക്കും, അല്ലെങ്കിൽ ഈ മെഹഫിലുകളും ഈ എന്താ മടിത്തട്ടും പിന്നാമ്പുറമൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രൊഫഷണലായിട്ട് പരിപാടിക്ക് പോകാറില്ല. പ്രൊഫഷണലായിട്ട് തങ്ങളും പോകാറില്ല. എന്നുവെച്ചാൽ നിങ്ങൾ ഗസലിനെ ഇതുവരെ വിറ്റിട്ടില്ല, വിൽക്കാനായിട്ട് തയ്യാറുമല്ല അല്ലേ ശുക്കൂർ ഭായ്? തീർച്ചയായിട്ടും ഗസലിനെ വിറ്റ് ഗസലിൽ കിട്ടുന്ന അതിനെ അങ്ങനെ ഒരു സംഭവം വേണ്ട. പക്ഷെ ഒരു ആസ്വാദനം പാപ്പ നിലനിർത്തിയ ഒരു സാധന പാരമ്പര്യത്തിന്റെ നക്ഷത്രം അല്ലേ? മുജാബിയിലേക്ക് തന്നെ പോയാലോ? ഒരു പാട്ട് മുജാബിയുടെ പാടിയാലോ? പെണ്ണെ നിന്നെ കാത്ത് കാത്ത് ഞാൻ വളർന്നല്ലോ, പെണ്ണെ നിന്നെ കാത്ത് കാത്ത് ഞാൻ വളർന്നല്ലോ, പൂ ചൂടി വാ മുല്ലപ്പൂവറി ആരെ, പെണ്ണെ നിന്നെ കാത്ത് കാത്ത് ഞാൻ വളർന്നല്ലോ, പെണ്ണെ നിന്നെ കാത്ത് കാത്ത് ഞാൻ വളർന്നല്ലോ. ഇങ്ങനെ
കുറച്ച് പാട്ടുകളുണ്ട് ഇദ്ദേഹത്തിന്റെ മുജാബി കമ്പോസ് ചെയ്ത്. പിന്നെ മുജാബി പാടിയതുമായിട്ട് തങ്ങള് ഈ ദൈവത്തിന്റെ വിരലുകൾ മാത്രമല്ല എൻ്റെ എഴുത്തും ദൈവത്തിന്റെ വിരലുകളാണ്. എഴുത്താണ് തങ്ങള്. ഈ അങ്ങാടിക്കുണ്ടായ ഒരു പ്രത്യേകത ടച്ച് സംസ്കൃതി ഉണ്ടല്ലോ. ഗുജറാത്തികളുടെ നമ്മുടെ ഗുജറാത്തികൾ വന്ന് അന്ന് കപ്പൽ മാർഗത്തിലൊക്കെ ഞാൻ പറഞ്ഞ നേരത്തെ അങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഗുജറാത്തിൽ നിന്ന് അവര് ഈ ഗസൽ ഈ നമ്മുടെ സെട്ടുമാരെന്ന് പറയും അല്ലേ, ഒരു നമ്മുടെ കടൽപ്പാലം ഇവരെ അവര് ശരിക്ക് അവരൊരു മെഹഫിൽ മൂടുള്ള ആളുകളല്ലേ. തീർച്ചയായിട്ടും അവരുടെ ബോംബെ എന്നൊക്കെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്നേ അന്ന് പറയുമോ ഒന്ന് ഗുജറാത്തികളുടെ വരവും ഇത് നമ്മുടെ ഒരു മെഹഫിൽ എങ്ങനെയാണ് കച്ചവടക്കാരാണ് ഇവിടെ. ഇത് കുരുമുളക്, ഏലം, ചുക്ക്, മെയിൻ കൊപ്പര, കൊട്ടത്തേങ്ങ, കുരുമുളക് ഇതുപോലത്തെ സാധനങ്ങളെല്ലാം അന്ന് ഷിപ്പ് കപ്പൽ ഇവിടെ വരത്തുണ്ട്. ഇവിടെ വരും. ഈ കടപ്പുറത്ത് വരും. കടപ്പുറത്ത് പാലമുണ്ട്. കടപ്പുറത്ത് ഈ ചരക്കുകളെല്ലാം അട്ടിവെച്ച് അതിൻ്റെ മേലെ മഞ്ഞ് കൊള്ളുന്നതിനും മഴ കൊള്ളുന്നതിനും താർപ്പായി വിരിച്ച് മൂടി ഏത് ദിവസം കപ്പൽ വരുന്നത് ആ ദിവസങ്ങളിൽ ഇവിടുന്ന് നമ്പർ തോണി എന്ന് പറഞ്ഞൊരു തോണിയുണ്ട്. ഒരുപാട് ചരക്ക് ഒരു 100 ആൾക്ക് അപ്പരെല്ലാം കയറ്റാൻ കഴിയും. ഒരു 10-20 തൊഴിലാളികൾ ഈ തോണി തുഴഞ്ഞിട്ട് നേരെ ഷിപ്പിൻ്റെ അവിടെ പോവും, കപ്പലിൻ്റെ അവിടെ പോവും. അത് അവർ അവിടുന്ന് കയറ്റും, പിന്നെയും വരും, പിന്നെയും കയറ്റിപ്പോവും. ഒരു പ്രതാപ കാലഘട്ടം ഉണ്ടായി, വളരെ പ്രതാപ കാലഘട്ടം. അന്ന് സമ്പത്തുണ്ട്, എല്ലാ വിഭാഗം ആൾക്കാരും തൊഴിലുണ്ട്, തൊഴിലിനനുസരിച്ച് സമ്പത്തുണ്ട്. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി തട്ടുംപുറങ്ങളിലുള്ള ഖയാലി, ഗസലി ഒരുപാട് തട്ടുംപുറങ്ങളുണ്ട് ഈ ചെറിയ പ്രദേശത്ത്. ഓരോരോ കൂട്ടായ്മകള്, ഓരോരോ സെറ്റപ്പ്, ഓരോ ശാഖ പോലെ. നാടകം, കഥാപ്രസംഗം, അതിനോട് മൂടുള്ള ആൾക്കാർ അത്തലത്തിൽ, പാട്ടെഴുതുന്ന ആൾക്കാർ അത്തരത്തിൽ, അങ്ങനെ കല കൊണ്ട് ഒരു ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പലവിധ കലാകാരന്മാരും ജനിച്ച് മരിച്ച സ്ഥലമായിരുന്നു. കുറച്ച് ക്ലബുകൾ ഉണ്ടല്ലോ, ഒരു ഫേമസ് ഓർക്കുന്നുണ്ട് പേരൊക്കെ. എവറസ്റ്റ് മ്യൂസിക് ക്ലബ്ബാണ് ആദ്യം പറഞ്ഞ ബാർദാൻ അബ്ദുറഹിമാന്റെ മ്യൂസിക് ക്ലബ്. എവറസ്റ്റ് മ്യൂസിക് ക്ലബ്. പിന്നെ കുറച്ചുകൂടെ പിന്നീട് ജനകീയമായ രാഗസുധ വന്നു, സ്വരമാതിരി വന്നു, ഞങ്ങളുടെ ഉടമസ്ഥയിൽ വോയിസ് ഓഫ് വടകര വന്നു. ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളും ഒരുപാട് പ്രണയങ്ങളും ഒരുപാട് നൊമ്പരങ്ങളും ഒക്കെ നമ്മൾ കേട്ടുല്ലേ പാട്ടിലൂടെ. ഗസൽ ഓർമ്മയുടെ വഴിത്താരകളാണ്. ഓരോരുത്തർ വരുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റിയ ആൾക്കാർ ക്ഷണിക്കും. അന്ന് മഹഫിലായിരിക്കും. അതിപ്പോ ഇല്ല എങ്കിലും അതിന്റെ ശാഖകൾ ഇങ്ങനെ നടന്നുകൊണ്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അത് പല തട്ടിലുള്ള ആൾക്കാരും, പല യൂത്തന്മാർ, യുവാക്കളാണ് സംഘാടകരും പ്രോഗ്രാം നടത്തുന്ന ആൾക്കാർ. ഇപ്പനെ എഴുത്തുകാരുമുണ്ട്, പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്. മാപ്പിളപ്പാട്ട് താജുദ്ദീൻ വടകര, കൊല്ലം ചാപ്പിയല്ല ഇവിടെ തന്നെ സെറ്റായ ആൾക്കാരാണ്. വടകര അതെ. പി സി ലിയാഖത്ത് ഒരു കാലഘട്ടത്തിന്റെ ആവേശമായിരുന്നു. ഗാനരചയിതാവും സംഗീതം ചെയ്യുന്ന ആൾക്കാർ. കോൽക്കളിയുടെ ഒരു മുദ്രയുണ്ടെന്ന് തോന്നുന്നു. കോൽക്കളിന്റെ മുദ്രയുണ്ട്. കുരുക്കന്മാരെ ആസ്ഥാനാണ്. അതാണ് ഞാൻ പറഞ്ഞ താഴെ അങ്ങാടിയല്ലേ. നിമിഷ കവികള് കണ്ടമാനുള്ളൊരു പ്രദേശമായിരുന്നു. നിമിഷ നേരം കൊണ്ട് കവിത എഴുതുന്ന നിമിഷ കവികള് ആവശ്യം പോലുള്ള ഒരു ഏരിയ ആയിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ആൾക്കാരെല്ലാം മരിച്ചു വീഴ്ന്നിട്ടുണ്ടെങ്കിലും പുതിയ തലമുറയിൽ ഇതുമാതിരിയുള്ള ആൾക്കാർ ഇപ്പം വരുന്നുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം വേറെ ഉണ്ട്. വിട്ടുപോയ ഒരുപാട് മഹാന്മാരൊക്കെ ഉണ്ടാവും. പങ്കജുദാസിനെ ഒന്ന് അങ്ങനെ വിട്ടുപോകാൻ പറ്റുമോ? ഇല്ല. പങ്കജുദാസിനെ എന്തെങ്കിലും തങ്ങളെ कुछ हमें खबर है नसीहत न कीजिए, सब कुछ हमें खबर है नसीहत न कीजिए, सब कुछ हमें खबर है नसीहत न कीजिए, सब कुछ हमें
नसीहत न कीजिए, हम हरा जमाना खराब है, निकलो ना बेनकाब, जमाना खराब है, जमाना खराब है, जमाना खराब है, जमाना खराब है. ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളും ഒരുപാട് പ്രണയങ്ങളും ഒരുപാട് നൊമ്പരങ്ങളും ഒക്കെ നമ്മൾ കേട്ടുല്ലേ പാട്ടിലൂടെ. ഗസൽ ഓർമ്മയുടെ വഴിത്താരകളാണ്. മുമ്പ് മൊയ്ത് സാഹിബ് നോർത്ത് നിന്ന് പല പല ഉസ്താക്കന്മാർ ഇവിടെ വരുത്തുന്നു. ബോംബെ, ഹൈദരാബാദ്, അഹമ്മദാബാദ്, അതുപോലെ പല പല നോർത്ത് ഇന്ത്യൻസ് ഇവിടെ വന്നിട്ട് ഒരാഴ്ച 10 ദിവസം ഇവിടെ താമസിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ ആൾക്കാരുടെ സംരക്ഷണത്തിലാണ് അവർ താമസിക്കുക. ഈ 10 ദിവസം താമസിക്കും. 10 ദിവസം അവർക്ക് പ്രോഗ്രാമായി. പറഞ്ഞ മാതിരി ഏതെങ്കിലും തട്ടിമ്പുറത്ത് ഒരു 10-100 ആൾക്കാർ ക്ഷണിക്കും. അവരെത്തുന്നത് ചെറിയൊരു സാമ്പത്തിക സഹായം എല്ലാം ആക്കിയിട്ട് ഡെയിലി പ്രോഗ്രാം വെക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ആ കൊപ്പര കച്ചവടവും മറ്റുള്ള സുട്ടുമാരായ കച്ചവടം എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് രാത്രി എപ്പോഴും ഉണ്ടാവും. ഉസ്താദന്മാരുടെ സ്റ്റോക്ക് ഉണ്ടാവും ഇവിടെ. തബലവാദന്മാർ തന്നെ കൊച്ചിയിന്നും തിരുവനന്തപുരത്തുനിന്നും തളിപ്പറമ്പ്, പാപ്പിനിശ്ശേരി ഈ ഭാഗത്തു നിന്നെല്ലാം വലിയ വലിയ ഉസ്താദന്മാർ ഇവിടെ വരുന്നുണ്ട്. പോലുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ആള് സിബിലി ഉസ്താദ് എന്ന് പറഞ്ഞാല് പ്രഗത്ഭനായ തബലിസ്റ്റാണ്. സിബിലി ഉസ്താദ് റോഷനിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അത് ന്യൂ ജനറേഷൻ. കൊച്ചിൻ അബ്ദു അങ്ങനെ കണ്ട പ്രഗത്ഭ തബലിസ്റ്റുകള് നിരന്തരം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. അവർക്കെല്ലാം പ്രോഗ്രാം നോക്കും. ഈ ബോംബെ എസ് കമാലി എന്ന് പറയുന്ന ആൾ തന്നെ സ്ഥിര താമസാവുക ആണ്. മഹാനായ ഒരാഴ്ചക്ക് 2-3 പ്രോഗ്രാം അയാൾക്ക് വെക്കും. അപ്പൊ ചെറിയൊരു കളക്ഷൻ എല്ലാം എടുത്തിട്ട് ഈ വരുന്ന സംഖ്യ അയാൾക്ക് കൊടുക്കും. അന്ന് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല. തവലയും പെട്ടി കൂടെ സായിബാജ ഉണ്ടാവും. ബുൽബുലു എന്ന് പറയുന്നത് ബുൽബുലു സായിബാജ. അതിന്റെ പണ്ഡിതന്മാരെല്ലാം ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. മരിച്ചുപോയി. ഇദ്ദേഹം നന്നായിട്ട് വായിക്കുവാണ്. അതുകൊണ്ട് എനിക്ക് അതാണ് ലെഫ്റ്റ് ആയത്. നന്നായിട്ട് വായിക്കും. ലെഫ്റ്റ് ആണ് തങ്ങള്. ലെഫ്റ്റ് ആണ്. ചിന്ത കൊണ്ടും ലെഫ്റ്റ് ആണോ? അത് പറയാൻ പറ്റൂല. കാലഘട്ടത്തിൽ വളരെ ആക്റ്റീവായിരുന്നു. ഇവിടെ വളരെ സജീവമായിരുന്നു സംഗീതം. സംഗീത സാന്ദ്രമായിരുന്നു അങ്ങാടി. അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ബാബുക്കയിലൂടെ തന്നെ ഭൈരവിയില് പിടിച്ചിരുന്ന അല്ലേ തങ്ങളെ? കറക്റ്റാണോ? നമ്മളെന്റെ ശിഷ്യന്മാരാണ്. ഉസ്താദെ ഭൈരവിയില് ബാബുക്കാന്റെ തീർച്ചയായിട്ടും. താമസിക്കാനൻ കരളിൽ തങ്ക കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ മായാത്ത മധുരഗാന മാലിനിയുടെ കടവിൽ കാണാത്ത കൺമണിയെ കൊണ്ട് കാണാത്ത കൺ